നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ കേൾക്കുന്നതാണ് കാശ് കൊടുത്ത് വോട്ട് മേടിക്കുക, ഒരു വോട്ടിന് 500 1000 കൊടുക്കാം എന്നൊക്കെ. പക്ഷെ BJP സർക്കാർ അധികാരത്തിലെത്തിയതോടെ അവർക്ക് അധികാരത്തിൽ ഇരിക്കാൻ അത് നടപ്പാക്കുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമമാണ്. കാശ് കൊടുത്ത ആൾക്കാരെ കയ്യിലെടുക്കുന്നു. എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഇന്ത്യ പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ജനങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിക്ക് കുറവൊന്നുമില്ല. എന്നാൽ ആ സാഹചര്യം നിർമ്മാർജ്ജനം ചെയ്യാതെ അതിനെ മുതലെടുക്കുവാണ് മോദിയും BJP സർക്കാരും ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാതെ അവർക്കെതിരെ ബില്ലും പാസാക്കിയെടുത്തു. എന്നിട്ട് വർഷാവർഷം കർഷകരുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ കൊടുക്കുകയും ഇപ്പോൾ അത് കൂട്ടി 9000 ആക്കാൻ പ്ലാൻ ഇടുന്നു. സ്ത്രീകൾക്ക് ആ സമയം 12000 രൂപയാണ് വാഗ്ദാനം ചെയ്യുന്നത്. കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ മോദി എവിടെയായിരുന്നു? അവർ സമരം നടത്തിയപ്പോൾ സർക്കാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്തിനാണ് കർഷകരോട് പ്രധാനമന്ത്രിക്ക് ഇത്ര സ്നേഹം? ശുദ്ധ ഉഡായിപ്പ്, അതിനപ്പുറം ഇതൊന്നുമല്ല. ഇവരെ ഇനിയും അധികാരത്തിൽ കയറ്റിവിട്ടാൽ ഇപ്പോൾ കർഷകർ നേരിടുന്നതിന്റെ ഇരട്ടി അനുഭവിക്കേണ്ടി വരും. ഇന്ത്യയിലെ 1.3 ബില്യൺ ജനങ്ങളിൽ ഏകദേശം 50% പേരും ഉപജീവനത്തിനായി കൃഷിയാണ് ആശ്രയിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യയുടെ GDPയുടെ 20% താഴെ മാത്രമാണ് കൃഷി. മിനിമം താങ്ങുവിലയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ, കർഷകരുടെ കുറഞ്ഞ വിലപേശൽ ശേഷി എന്നിവയാണ് കർഷകരുടെ ചില ആശങ്കകൾ. 1998 പഞ്ചസാര വ്യവസായത്തിന്റെ നിയന്ത്രണം എടുത്തു കളഞ്ഞിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വഴിയൊരുക്കിയത് കർഷകരുടെ ഉൽപാദനക്ഷമതയിലും വരുമാനത്തിലും കാര്യമായ പുരോഗതി ഉണ്ടാക്കിയില്ലെന്ന് കർഷകർ പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കർഷകരെ ലക്ഷ്യമിട്ട് വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. PM കിസാൻ പദ്ധതി പ്രകാരം നിലവിൽ കർഷകർക്ക് പ്രതിവർഷം നൽകുന്ന തുക 8000 രൂപയാണെങ്കിൽ 9000 രൂപയായി ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. വനിതാ കർഷകർക്ക് പ്രതിവർഷം 10000 രൂപ മുതൽ 12000 രൂപ വരെ നൽകാൻ ആലോചനയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഫെബ്രുവരി 1 പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പൊതു ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും. സ്ത്രീ പീഡനം കൂടുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതും സംരക്ഷിക്കുന്നതും മോദി സർക്കാരാണല്ലോ. അതുകൊണ്ട് അവരെയും വിലക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നീക്കം. എത്രയൊക്കെ പണം എറിഞ്ഞെന്ന് പറഞ്ഞാലും ചിലതൊന്നും പണം കൊണ്ട് നേടാനാവുന്നില്ലെന്ന് വരും തിരഞ്ഞെടുപ്പിൽ മോദിക്ക് മനസ്സിലാകും. പദ്ധതി തിരഞ്ഞെടുപ്പിൽ വൻ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം ഉയർത്താൻ കേന്ദ്ര സർക്കാരുമായി ആലോചിക്കുന്നത്. വിവാദമായ കർഷക ബില്ലുകൾ പിൻവലിച്ചെങ്കിലും കർഷകർ കേന്ദ്ര ഭരണത്തിൽ തൃപ്തരല്ല എന്ന വിലയിരുത്തലുകളും ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് കർഷകരെ ലക്ഷ്യമിട്ടുള്ള വൻ പ്രഖ്യാപനങ്ങൾ ബജറ്റ് പ്രസംഗത്തിൽ നടത്താൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആലോചിക്കുന്നത്. അതായത് നിർമ്മലാജിക്കും സംഘത്തിനും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പാവം കർഷകരുടെ ബലഹീനത വെച്ച് ചൂഷണം ചെയ്യുന്നു എന്നും BJP സർക്കാർ അടിസ്ഥാന വർഗത്തെ ചൂഷണം ചെയ്താണ് അധികാരത്തിൽ കയറുന്നത്. അപ്പോഴും അവരുടെ പ്രസംഗത്തിൽ കർഷകരും ദരിദ്രരും സ്ത്രീകളും യുവാക്കളും കഴിഞ്ഞിട്ട് ആർക്കും സ്ഥാനമുള്ളൂ എന്ന് പറയും. പക്ഷെ ഈ പറയുന്ന ഒരു കാര്യത്തിൽ പോലും ആയിരിക്കില്ല അവർ വില കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. അതുപോലെയാണ് ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ ശാക്തീകരിക്കും എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും നോക്കും. പക്ഷെ സൗജന്യമായി നമുക്ക് ഒന്നും ലഭിക്കില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഉപഭോക്താവായിരിക്കില്ല, പകരം ഉൽപ്പന്നമായിരിക്കും. അത് തന്നെയാണ് മോദിയും നിർമ്മലയും ചെയ്യുന്നത്. അധികാരം ഉറപ്പിക്കാൻ പൊതുജനത്തെ ആയുധമാക്കുന്നു. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെയും അറിഞ്ഞാലും പ്രതികരിക്കാൻ പറ്റാതെയും ജനങ്ങൾ വീർപ്പുമുട്ടുകയാണ്.